യേശുവിനെ കയ്പുള്ള വീഞ്ഞ് കുടിപ്പിച്ചെങ്കിൽ നമുക്കും കിട്ടുമത്. കയ്പേറിയ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും ഉണ്ടാകും. അത് ഇതിനെയെല്ലാം തരണം ചെയ്യുവാൻ നാം പ്രാഗൽഭ്യമുള്ളവരല്ലെങ്കിൽ നമ്മുടെ ആത്മിക ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം അവിടെ പരാജയപ്പെട്ടു പോകും. സ്തോത്രം. കയ്പേറിയ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അത് ഏതെല്ലാം വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ആഞ്ഞടിക്കും എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. ഇന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ഭവനം, ഇന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തികൾ നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇന്നലകളിൽ സന്തോഷത്തോടെ ഇരുന്നവർ ഇന്ന് പലരും കണ്ണുനീരോടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലകളിൽ കണ്ണുനീരോടെ ഇരുന്ന പലരും ഇന്ന് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നവരുമുണ്ട്. ഇത് രണ്ട് അനുഭവങ്ങളും, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, നമ്മൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല. ചിലതൊക്കെ ദൈവം നമ്മുടെ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ആ പരിശോധനയ്ക്കായി ഹല്ലേലൂയ നമുക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ഇത് നാം തിരിച്ചറിയണം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഒരു സഹോദരനാണിത്. ഇവിടെ ഇതിനകത്ത് മൂന്ന് പേരെ ഇവിടെ പറഞ്ഞതിൽ ഒരാൾ ഈ സഹോദരനാണ്. ഈ സഹോദരൻ വന്നിട്ട് പറയുകയാണ്, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു ശാസ്ത്രി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു എന്നാണ്. ആ ഭാഗം ഒന്ന് കിട്ടിയെങ്കിൽ എടുത്തു വെച്ച് വായിക്കുക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതിന്റെ 19-ാമത്തെ വാക്യം, 8-ാം അധ്യായം 19-ാം വാക്യം. അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഈ ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തി നിസ്സാരക്കാരനല്ല. നമ്മെ പോലെ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞു നടക്കുന്ന ആളുകളല്ല. നല്ല വചനം നന്നായി അറിയുന്നവനാ. പഴയ നിയമ ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ ശാസ്ത്രി എന്ന് പറയുന്നവൻ. അപ്പൊ നല്ല വചനത്തെക്കുറിച്ച് അറിയാവുന്നവനാണ്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവനാണ്. ആ വ്യക്തിയാണ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരാം. എനിക്ക് യേശുവിന്റെ കൂടെ നടക്കണം, യേശുവിന്റെ കൂടെ അനുഗമിക്കണം, യേശുവിനെ എനിക്ക് പിൻപറ്റണം. നല്ലൊരു ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ നാം തെറ്റിദ്ധരിക്കണ്ട. ഈ ആഗ്രഹം നല്ലതാ. ഒത്തിരി പേർക്ക് ഈ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്നാൽ യേശു ഇവനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ കർത്താവ് അവനോട് പറയുകയാണ്. 58-ാമത്തെ വാക്യം. 58. ലൂക്കോസ് 9:58. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലച്ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ കർത്താവ് കാണുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിന്റെ അവസ്ഥയെ കർത്താവ് കാണുകയാണ്. സ്തോത്രം. എനിക്ക് ഏത് വിധേനയും യേശുവിന്റെ കൂടെ നടക്കണം. നിസ്സാര കാര്യമല്ല പ്രിയരെ. യേശുവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇതിന് വില കൊടുക്കണം. നമ്മൾ ആത്മികമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലകളിലും ഹല്ലേലൂയ ഇതിന് വില കൊടുക്കണം. ഏറ്റവും അധികം നമ്മൾ മാനസികമായ വില കൊടുക്കണം. മാനസികമായി നമ്മൾ യേശുവിന് വേണ്ടി വില കൊടുക്കുവാൻ, വചനത്തിന് വേണ്ടി വില കൊടുക്കുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തി എല്ലാ മേഖലയിലും വിജയിക്കപ്പെടും. മാനസികമായി വില കൊടുക്കാത്തവൻ, ഹല്ലേലൂയ, അവർ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്നവരാ.
നമുക്ക് പതിയെ പതിയെ അതിന്റെ പുറകിന് പോകാം. ഇവിടെ കർത്താവ് എന്നെ നോക്കിയിട്ട് പറയുകയാണ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്. അപ്പൊ കുറുനരികൾ അവർക്ക് പാർക്കുവാനുള്ള ഇടം അവർ സ്വയം തയ്യാറാക്കുന്നു. പറവകൾ അവരവർക്ക് വേണ്ടുന്ന, അവരവർക്ക് താമസിക്കത്തക്കതായിരിക്കുന്ന കൂടുകൾ വ്യത്യസ്തമായ ഇടങ്ങളിൽ ആ പക്ഷികൾ ഉണ്ടാക്കുന്നു. കാക്കയും കഴുകനും ഒക്കെ ഉയരമുള്ള വൃക്ഷത്തിന്റെ ഉയരങ്ങളിൽ കൂടുവെക്കുമ്പോൾ കൊച്ചു കൊച്ചു കുരുവികൾ ചെറിയ ചെറിയ മരങ്ങളിൽ ചെന്ന് കൊച്ചു കൊച്ചു കൂടുകൾ ഉണ്ടാക്കും. സ്തോത്രം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ലോകത്തിലെ ദൈവത്തിന്റെ സൃഷ്ടികളായ സകലരും അവർക്ക് താമസിക്കാനുള്ള ഇടമുണ്ടാക്കുന്നു. വ്യത്യസ്തമായ പക്ഷികൾ, കുറുനരികൾ. ഈ രണ്ട് കാര്യമാണ് കർത്താവ് ഇവനെ നോക്കിയിട്ട് പറയുന്നത്. ഇവന്റെ മനസ്സിന്റെ അവസ്ഥ ഇതാ. ഇവൻ കുറുക്കന്റെ സ്വഭാവം. ഇവന് അത്രയും പറഞ്ഞ് ഞാൻ അത് വിടുക. കുറുക്കന്റെ സ്വഭാവം. സ്തോത്രം. പക്ഷികളുടെ സ്വഭാവം. പലവിധമായ കൂടുകൾ ഇങ്ങനെ ഇവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മെനഞ്ഞു വെച്ചിരിക്കുക. ഒന്ന് കുറുനരിയുടെ സ്വഭാവം, വ്യത്യസ്തമായ പക്ഷികളുടെ കൂടുകൾ മെനഞ്ഞ് ഹൃദയത്തിൽ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുമ്പോൾ കർത്താവ് ഇവനെ നോക്കിയിട്ട് പറയുകയാണ്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ നിന്റെ ഹൃദയത്തിൽ ഇടമില്ല. നീ പിന്നെ എങ്ങനെ എന്റെ കൂടെ നടക്കും? നീ പിന്നെ എങ്ങനെ സ്വർഗരാജ്യത്തിന്റെ ഒരു അവകാശിയായി, സ്വർഗരാജ്യത്തിന്റെ സാക്ഷിയായി നിലനിൽക്കും? നിന്നെ അലട്ടുന്ന 1000 ചിന്തകളുണ്ട്. സ്തോത്രം. മാർത്തയെ പോലെ പിറുപിറുത്തുകൊണ്ട് നടക്കുന്നവർ, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും യേശുവിനെ കുറ്റം പറയാൻ വേണ്ടി നടക്കുന്ന ചില മാർത്തമാർ, അവർക്ക് യേശുവിന്റെ കൂടെ നടക്കാൻ സാധ്യമല്ല. എന്നാൽ മനസ്സിൽ ഏകാഗ്രതയോടെ യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു മറിയ ഭവനത്തിലുണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞ്, യേശുവിനോട് കുറ്റം പറഞ്ഞ് ദേഷ്യപ്പെട്ട് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ഒരു മാർത്തയുള്ള ഭവനത്തിലും യേശുവിന്റെ കൂടെ ഇരിക്കുന്ന ഒരു മറിയയുണ്ട്. അവളെ കുറിച്ച് യേശു പറഞ്ഞത്, അവൾ ചെയ്തത് ഈ ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന കാലത്തോളം പറയപ്പെടുമെന്ന. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശുവിന്റെ കൂടെ നടക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. രണ്ടാമത്തെ ആള് വന്നിരിക്കുന്നത്, അവനോട് യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് തട്ടാമുട്ടികൾ പറഞ്ഞു. അവൻ പറഞ്ഞു, അവന്റെ അപ്പൻ ചത്തു കിടക്കുക. ഞാൻ അങ്ങ് പച്ചയ്ക്ക് പറയുക, അവന്റെ അപ്പൻ മരിച്ചു കിടക്കും. അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. കർത്താവ് എന്തിനാ അവന് അനുവാദം കൊടുക്കുക? നീ പോയി കുഴിച്ചിട. അവന് ഒറ്റ കാര്യത്തിനാണ് കർത്താവ് അനുവാദം കൊടുക്കുന്നത്. പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് അനുവാദം തന്നിരിക്കുന്നത് ഒറ്റ കാര്യത്തിന്: യേശുവിന്റെ കൂടെ നടക്കുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ, യേശുവിന്റെ സാക്ഷികളായി മാറുവാൻ, ദൈവരാജ്യത്തിന്റെ വക്താക്കളായി മാറുവാൻ, സുവിശേഷത്തിന്റെ വക്താക്കളായി മാറുവാൻ. ആ ഒറ്റ കാര്യത്തിനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അനുവാദം തന്നിരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനവും നാം കൊടുക്കുന്ന അനുവാദവുമാണ്. സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ ഒരാൾ മരിച്ചു കിടന്നാൽ അടക്കേണ്ടത് ദൈവത്തിന്റെ കടമയല്ല, അത് എന്റെയും നിന്റെയും കടമയാണ്. അതിനകത്ത് യേശുവിനെ വലിച്ചഴയ്ക്കാൻ കൊണ്ടുവരരുത്. നിന്റെ ജീവിതത്തിൽ ചത്തു കിടക്കുന്നതിന് എടുത്തു കളയേണ്ടത് നീയാ, അത് ദൈവമല്ല കളയേണ്ടത്. നിന്റെ ജീവിതത്തിൽ നാറ്റം വെച്ച് കിടക്കുന്നതിനെ കളയേണ്ടത് നീയാ. അതിന് യേശുവിനെ കാലുപിടിക്കാൻ പോകരുത്.
അതാ യേശുവിനോട് പറഞ്ഞത്, എന്റെ കൂടെ നീ വാ, നീ എന്നെ അനുഗമിക്ക്. അവന് തടസ്സം അവന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നതാണ്. അവൻ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന പല മേഖലകളും ഉണ്ടാകാം. എന്നാൽ ജീവൻ തരുന്നവന്റെ പിന്നാലെ നീ പോയാൽ, അതിനൊന്നിനും നീ ശ്രദ്ധിക്കാതെ യേശുവിന്റെ പിന്നാലെ നീ പോയാൽ, അത് നിനക്ക് വലിയൊരു അനുഗ്രഹവും വിടുതലും നന്മയുമായി തീരും. സ്തോത്രമല്ലേലിയ. മൂന്നാമത്തെ കാര്യം, 60-ാമത്തെ വാക്യം, കർത്താവ് പറയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ഉണ്ടോ? എടാ, നിന്റെ ജീവിതത്തിൽ പലതും മരിച്ചു കിടക്കുന്നുണ്ടാകാം. ഇന്നലകളിൽ നീ കേട്ട പല വാഗ്ദത്തങ്ങളും മരിച്ചു കിടക്കുന്നുണ്ടാകാം. ഇന്നലകളിൽ പല ദൈവദാസന്മാരിലൂടെ കേട്ട പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നുണ്ടാകാം. അതൊക്കെ അവിടെ കിടന്നോട്ടെ. പക്ഷെ നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്ക്. ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തും. സ്തോത്രം. നീ മരിച്ചു കിടക്കുന്നതിനെ കുറിച്ച്, നടക്കാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട. നടക്കേണ്ടത് എന്താണെന്ന് എന്റെ ദൈവത്തിന് നന്നായി അറിയാം. നിന്റെ ജീവിതത്തിൽ എന്താണ് നടക്കേണ്ടതെന്ന് എന്റെ ദൈവത്തിന് നന്നായി അറിയാം. വചനം പറയുന്നു, നിന്റെ തലയിലെ ഒരു രോമം കൊഴിഞ്ഞ് താഴെ വീഴണമെങ്കിൽ എന്റെ പിതാവ് അറിഞ്ഞേ മതിയാകും. അങ്ങനെയെങ്കിൽ ദൈവം അറിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഹല്ലേലൂയ. രക്തം ജയം. മൂന്നാമത്തെ ആള്, 61-ാമത്തെ വാക്യം. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. കണ്ടോ? മൂന്നാമത്തെ ഒരു പുള്ളി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, എനിക്ക് വളരെ ഇഷ്ടമാണ്, നിന്റെ പ്രസംഗം എനിക്ക് ഇഷ്ടമാണ്, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ദൈവദാസന്മാർ ഇങ്ങനെ മാറിയും മറിഞ്ഞും അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ കയറി വന്നിരുന്ന ആലോചനകളുടെ മേൽ ആലോചനകൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ കേൾക്കാൻ റെഡിയാ. സ്തോത്രം. ഈ 21 ദിവസം ദൈവത്തിന്റെ ദാസന്മാർ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന്, ദൈവദാസിമാരൊക്കെ കടന്നു വന്ന് ആത്മാവിൽ ശുശ്രൂഷിക്കുന്നത് കേൾക്കാനും അത് അനുഭവിക്കാനും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ എനിക്ക് ആദ്യം നിന്റെ ഒരു അനുവാദം. എന്തിനാ? എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം. എന്തോ ഒരു കഷ്ടമാണെന്ന് പറ. നിന്റെ വീട്ടുകാർ എന്തിനാ ഇതിനകത്തോട്ട് വലിച്ചഴയ്ക്കുന്നത്? സ്തോത്രം. നിന്നോട് ദൈവം പറഞ്ഞത് ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ തടസ്സം നിൽക്കുന്നവരെ എന്തിനാ ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കുന്നേ? ഇത് ലോകത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സുവിശേഷം എന്നുള്ളത്. യേശുവിനെ ഈ ലോകത്തിന് വേണ്ട, അവരിഷ്ടപ്പെടുന്നില്ല. യേശു ആരുടെയും ജീവിതത്തിലേക്ക് നിർബന്ധത്താൽ വലിഞ്ഞു കയറി ചെല്ലത്തില്ല. അവൻ സ്നേഹത്തിന്റെ ഉറവിടവും സ്നേഹത്തിന്റെ ഉടമയുമാണ്. സ്തോത്രം. ഞാനും നീയും അനുവദിക്കാത്തിടത്തോളം സമയം എന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. സ്തോത്രം. പക്ഷെ ഇവൻ നേരിട്ട് ചെന്നിട്ട് പറയുക, ഞാൻ നിന്നെ അനുഗമിക്കാം, എനിക്ക് ഒറ്റ കാര്യത്തിന് അനുവാദം തരണം, എന്റെ വീട്ടുകാരോടൊന്ന് അനുവാദം ചോദിക്കണം, അവര് നോ പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റത്തില്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ ചിലപ്പോ ചിന്തിച്ച് കാണും. ഞാൻ ഒരു ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയും, ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല. ഇവൻ ചിലപ്പോ ചിന്തിച്ച് കാണും, പണ്ട് ഏലീശയുടെ മുകളിൽ ഹല്ലേലൂയ ദേഹത്തേക്ക് ഏലിയാവ് പുതപ്പെറിഞ്ഞപ്പോൾ അല്പദൂരം പോയിട്ട് ഏലീശ പോയി തന്റെ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചു വന്നതുപോലെ എന്റെയും ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് ഇവൻ പൊട്ടത്തരം ചിന്തിച്ചു പോയി. പലരും അങ്ങനെയാ. പലരും ഏലീശ ചെയ്തതുപോലെ ചെയ്യാനാ പോകുക. നടക്കൂല. ഏലീശ ചെയ്തതുപോലെ ഒന്നും ചെയ്യാനല്ല ദൈവം എന്നെയും നിന്നെയും വിളിച്ചത്. എന്നെ വിളിച്ചത് വ്യത്യസ്തമാണ്. റോയ് പാസ്റ്റർ വിളിച്ചിരിക്കുന്ന വ്യത്യസ്ത ഒരു ശുശ്രൂഷയ്ക്കാ. സ്തോത്രം.
ഇതിനകത്ത് കയറിയിരിക്കുന്ന ദൈവദാസി ദാസന്മാരെ എല്ലാം വിളിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ശുശ്രൂഷകൾക്കാ. അവര് ചെയ്യുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന പണിയല്ല ഇവിടെ ഇരിക്കുന്ന മറ്റാരും ചെയ്യുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. പക്ഷെ നമ്മളെല്ലാം അനുഗമിക്കുന്നത് യേശുവിനെയാണ്. ആ യേശുവാണ് നമ്മെ ഇതിനെല്ലാം യോഗ്യരാക്കി നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണഭൂതൻ പിതാവായ ദൈവമാണ്. ഇതെല്ലാം നിയമിച്ചാക്കിയവൻ പിതാവായ ദൈവമാണ്. സ്തോത്രം. ഇത് നമ്മളൊന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരൻ പറയാണ് വീട്ടിലുള്ള അനുവാദം, യാത്രപരമായ അനുവാദം തരണമെന്ന്. അപ്പൊ അവിടെ അവനൊരു യാത്രയയപ്പ് വേണം. കർത്താവ് പറഞ്ഞെന്താ? 62 യേശു അവനോട് കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. കലപ്പയ്ക്ക് കൈ വെച്ചോ? പുറകോട്ട് നോക്കി നീ കലപ്പ പിടിച്ച് മുന്നോട്ട് പോയാൽ ആ കലപ്പ തിരിഞ്ഞ് നിന്റെ കാലേ കയറും. ഇത് കുഞ്ഞുകളിയല്ല. ഇവിടെ വന്നിരുന്നാണ്ട് സ്തോത്രവും പറഞ്ഞാണ്ട് അന്യഭാഷയില് തത്വവും പറഞ്ഞ് അത് നടക്കും ഇത് നടക്കും എന്ന ദൈവദാസന്മാരിലൂടെ കേട്ടും കണ്ണും കേട്ടാണ്ട് ഹല്ലേലൂയ പറഞ്ഞു പോകുന്നതല്ല ഈ പരിപാടി. ഇത് കൂടെ നടക്കുന്നതാ. ഇത് വില കൊടുത്ത് നടക്കുന്ന കാര്യമായത്. ഇത് മെനക്കെടണമെന്ന് ഇത് മെനക്കെടണം. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ ചുമ്മാതൊന്നും അല്ല. ഇതൊക്കെ വില കൊടുക്കണം. പ്രാർത്ഥനയ്ക്കൊക്കെ വില കൊടുക്കണം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഇത്രയും ഇതുവരെയൊക്കെ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ വില കൊടുത്ത് നിൽക്കുക. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കണം. വിശ്വാസത്തിന് വില കൊടുക്കണം. ആത്മിക ജീവിതത്തിന്, നല്ലൊരു ക്രിസ്തീയ ജീവിതത്തിന് വില കൊടുക്കണം. ദൈവരാജ്യത്തിന്റെ സാക്ഷിയാകണമെങ്കിൽ വില കൊടുക്കണം. വില കൊടുക്കാതെ ഈ ലോകത്തിൽ ഒന്നും കിട്ടത്തില്ല. സ്വർഗത്തിൽ പോലും ഒന്നും കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ, ജീവനോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തരുന്ന, ഫ്രീ ആയിട്ട് സൗജന്യമായി തരുന്നത് ഒന്ന് മാനസാന്തരപ്പെടാനുള്ള സാവകാശം ദൈവം ഫ്രീ ആയിട്ട് തരികയാണ്. രക്ഷ സൗജന്യമായി തരികയാണ്. പരിശുദ്ധാത്മാവിനെ സൗജന്യമായി തരികയാണ്. കൃപകളും കൃപാവരങ്ങളും ശുശ്രൂഷാവരങ്ങളും എല്ലാം സൗജന്യമായിട്ടാ തരുന്നത്. ഇതെല്ലാം സൗജന്യമായിട്ട് സ്വർഗം തരികയാണ്. ഈ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കുക. ഭണ്ഡാരപ്പെട്ടിയിൽ കാശിട്ടാലേ നിന്റെ രോഗം മാറൂ എന്നൊന്നും വേദപുസ്തകത്തിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം ഇവിടെ സൗജന്യമായി കിട്ടും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ട്. കൂലിക്കാരൻ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. അല്ലേ? അങ്ങനെയല്ലേ വേദപുസ്തകം പറയുന്നേ? ജോലി ചെയ്യുന്നവന് അവന് കൂലി ഉറപ്പാ. ചെയ്ത ജോലിക്കാണ് കൂലി കിട്ടുന്നത്. ഈ ഓഫീസുകളിലും കമ്പനികളിലും ഒക്കെ, വ്യത്യസ്ത ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവര് ഒക്കെ ചിലപ്പോൾ ഈ കൂട്ടായ്മയിൽ കാണും. ആരും വെറുതെ ഒരു നയാ പൈസ തരികയില്ല. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, എറണാകുളം പട്ടണത്തിൽ 5 രൂപയ്ക്ക് ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയ മനുഷ്യരാണ്. 8 മണിക്കൂർ നേരം പാത്രം കഴുകിയാൽ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്നത് 5 രൂപയാ. അന്നത് വലുതായിരുന്നു. പക്ഷെ ആ പണി ചെയ്തെങ്കിലേ അത് കിട്ടൂ.
ആ പണി ചെയ്യാതിരുന്നാൽ കിട്ടുകയില്ല. ഇനി ഓഫീസുകളിൽ, ഹോസ്പിറ്റലുകളിൽ, അതുപോലുള്ള സ്ഥാപനങ്ങളിൽ, രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കോട്ടെ, ലിമിറ്റഡ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അവിടെ നീ ജോലി ചെയ്യുമ്പോൾ നിനക്കൊരു പഞ്ചിങ് ടൈം ഉണ്ട്. നിന്റെ ജോലി ടൈമിംഗ് അവിടെ ഒന്ന് പഞ്ച് ചെയ്യണം. പണ്ടൊക്കെ രജിസ്റ്ററിൽ ഒപ്പിട്ടാ മതിയായിരുന്നു, എപ്പോഴെങ്കിലും ഒപ്പിട്ട് കയറിയാൽ മതി. ഇപ്പൊ പണി നടക്കൂല. ഇപ്പൊ സിസ്റ്റം മാറി, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. അപ്പൊ അതുകൊണ്ട് നിന്റെ പഞ്ചിങ് അവിടെ വേണം, നിന്റെ വിരലടയാളം അവിടെ വേണം. നീ പഞ്ച് ചെയ്ത് കയറുന്ന ടൈം അവിടെ നോട്ട് ചെയ്യും. 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട വ്യക്തി 8:10 പഞ്ച് ചെയ്താൽ ആ 10 മിനിറ്റുള്ള ശമ്പളം നിന്റെ ഒരു ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് കട്ടായി പോകും. അതാ സിസ്റ്റം. സ്തോത്രം. അപ്പോൾ അത് ഒരു മാസം വരെ അവർ കണക്ക് കൂട്ടിയിട്ട് നീ എത്ര മണിക്കൂർ വീതം ഒരു ദിവസം ചെലവഴിച്ചു അവിടെ ജോലിക്ക്, നീ ഡ്യൂട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നിനക്ക് 10,000 രൂപയും നിനക്ക് ശമ്പളം ഉള്ളായിരിക്കാം. ആ 10,000 രൂപയ്ക്ക് നീ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ നീ പഞ്ചിങ് ചെയ്ത ടൈമിംഗ്, ഇറങ്ങിയ ടൈം, ഇതിന്റെ ഇടയിൽ നിന്റെ ഡ്യൂട്ടി ടൈമിൽ നീ എന്തെല്ലാം ചെയ്തു, നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ എന്തെല്ലാം ചെയ്തു, അതിനകത്ത് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ നിനക്ക് ഉപയോഗിക്കുവാൻ, നിന്റെ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുവാൻ തന്നിരിക്കുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് അത് കേടാകുകയോ നശിപ്പിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വില കൂടി നിന്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം. സ്തോത്രം. അങ്ങനെ ഈ ലോകത്തിൽ അങ്ങനെയാണ് കണക്കിടുന്നതെങ്കിൽ മാനസാന്തരം, രക്ഷ, പരിശുദ്ധാത്മാവ്, കൃപാവരങ്ങൾ, ശുശ്രൂഷാവരങ്ങൾ, ഇതെല്ലാം സൗജന്യമായി സ്വർഗം ഇങ്ങ് തന്നിട്ട് ഇതെല്ലാം മേടിച്ച് പോക്കറ്റിലിട്ട് ഒരായുസ് മുഴുവൻ ഇവിടെ സുഖലോലുവനായി ജീവിച്ച് ഞാൻ വലിയൊരു വിശുദ്ധനാണെന്ന് ലോകത്തോട് മുഴുവനും പ്രഖ്യാപിച്ച് വെള്ളവസ്ത്രവും ധരിച്ച് ക്ലീൻ ഷേവൻ ചെയ്ത് മുഖത്തുള്ള പെയിന്റും എടുത്തടിച്ച് അതിവിശുദ്ധി കളിച്ച് നടന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ സ്വർഗം പറയുകയാ, ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടേയില്ല. ഹല്ലേലൂയ. ദാണ്ടടാ. അപ്പൊ ഈ പുള്ളി പറയുക, അതെങ്ങനെ കർത്താവേ? കഴിഞ്ഞ മാസം ഞാൻ അമേരിക്കയിലായിരുന്നു, അതിന് മുമ്പത്തെ വർഷം ഞാൻ UK-യിലായിരുന്നു, ഇപ്പൊ ഞാൻ വരുന്നത് ഓസ്ട്രേലിയയിൽ പോയിട്ടാ. നൂറ്റി 147 രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചു. എല്ലാ മാസവും ഞാൻ യാത്രയിലായിരുന്നു. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഞാൻ സൂം മീറ്റിങ്ങിലുമാണ്. കണക്ക് പറയോ, ഞാൻ 1,85,000 മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. സ്തോത്രം. കർത്താവ് പറയുക, ഞാൻ നിന്നെ ഒരു നാളും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. നീ എവിടെയായിരുന്നു? എന്തോ നിന്റെ പേര്? പ്രതിഫലം വീതിക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? യേശുവിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വല്ലവന്റെയും കൂടെ നടന്ന് ഇവിടെ കണക്ക് മേടിക്കാൻ വന്നാൽ കർത്താവ് പറയും, എനിക്ക് നിന്റെ ഒരു നാളും അറിയില്ല. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. സ്തോത്രം.
ദൈവത്തിന് മഹത്വം. നാം ദൈവത്തെ അറിയുന്നവരും ദൈവം നമ്മെ അറിയുന്നവരുമായി ജീവിക്കണം. ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിനും നമ്മെ അറിയാൻ ഇടം കൊടുക്കണം. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, അതിന്റെ 22 മുതൽ 33 വരെയുള്ള വേദഭാഗം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അതിന്റെ അവരെ 28-ാമത്തെ വേദഭാഗം മാത്രം വായിക്കാം, നമുക്ക് സമയം അല്പം സേവ് ചെയ്യാം. അതിന് 28. പത്രോസ് അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരികയെന്ന് അവൻ പറഞ്ഞു. വായിച്ചു 29 കൂടി വായിക്കും. വരികയെന്ന് അവൻ പറഞ്ഞു. വരിക. യേശു പത്രോസിനോട് പറയുക, വരിക. ഇത് തലേ ദിവസം രാത്രി സന്ധ്യയ്ക്ക് വലിയൊരു മീറ്റിംഗ് കഴിഞ്ഞ് 5000 പേരെ പോഷിപ്പിച്ച് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ പോയി ഇവരോട് പറഞ്ഞു അക്കരെ പോകാൻ പറഞ്ഞു. നമുക്ക് ആ സംഭവങ്ങളെല്ലാം അറിയാം. ഇവർ അക്കരെ പോകുന്ന യാത്രയിൽ രാത്രിയുടെ മധ്യത്തിൽ, കടലിന്റെ മധ്യത്തിൽ കൊടുങ്കാറ്റടിച്ച് തിരമാലകൾ പൊങ്ങി ഇവരുടെ പടക് മുങ്ങുവാൻ തക്കവണ്ണം വെള്ളം കൊണ്ട് നിറയാനിടയായി. വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. 4-ാം യാമത്തിൽ യേശു നടന്ന് വെള്ളത്തിൽ കൂടെ നടന്ന് ഇവരുടെ അടുത്ത് ചെല്ലുകയാണ്. ഇവരാകെ ഭയപരവശരാണ്. 12 ശിഷ്യന്മാർ ഈ പടകിലുണ്ട്. യേശു വെള്ളത്തിൽ കൂടെ നടന്ന് 4-ാം യാമത്തിൽ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ശബ്ദം കേട്ടപ്പോൾ ആദ്യം പത്രോസ് പറഞ്ഞു, ഭൂതം വരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പലരും അങ്ങനെയാ, യേശുവിന്റെ കൂടെയാണെന്ന് പറയുകയും ചെയ്യും, യേശുവിന്റെ പല പ്രവൃത്തികളും കണ്ടാ പറയും ഭൂതമാണ് ചെയ്തതെന്ന്. സ്തോത്രം. ഇന്ന് പലരും അങ്ങനെയാ, യേശുവിനെ കണ്ടാലും പറയും ഭൂതമാണ്. സ്തോത്രം. എന്നിട്ട് അവർ പേടിച്ചു നിലവിളിച്ചു, ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. യേശു അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകുന്നു എന്നുള്ളൊരു വാക്ക് പറയുവാൻ ധൈര്യമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള പേരിന്റെ ഉടമസ്ഥൻ അത് യേശു മാത്രമാണ്. സ്തോത്രം. യേശു നടന്നു പോകുന്ന കണ്ടിട്ട് പത്രോസ് പറയുക, കർത്താവേ, നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടതിനോട് കൽപ്പിക്കാൻ പറഞ്ഞു. കർത്താവ് കൽപ്പിച്ചു. അപ്പൊ മുങ്ങിപ്പോകുന്ന വെള്ളത്തിലും യേശുവിന്റെ കൂടെ നടക്കാനുള്ള പത്രോസിന്റെ താല്പര്യം, മുങ്ങിപ്പോകുന്ന തിരമാലകളുടെ, നിന്റെ ജീവിതത്തെ മുക്കിക്കളയത്തക്കവണ്ണം ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ മധ്യത്തിലും യേശുവിന്റെ കൂടെ നടക്കാനുള്ള ഒരു മനോഭാവം, അതാണ് ദിനവും യേശുവിന്റെ കൂടെ. സ്തോത്രം. ഇന്നലകളിൽ നടന്നു എന്നുള്ളത് വിഷയമല്ല, ഇന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇന്നലകളിൽ നടന്നോ നടന്നില്ലയോ അതെന്റെ കർത്താവിന് വിഷയമല്ല. ഇന്ന് നീ നടക്കുന്നുണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തെ അലട്ടുന്ന തിരമാലകളുടെ, കൊടുങ്കാറ്റിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും നിനക്ക് യേശുവിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തിന്റെ മധ്യത്തിലേക്ക് യേശുവിനോടൊപ്പം നടക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതാ ഇന്ന് കർത്താവ് ചോദിക്കുന്നേ. പത്രോസ് പറയുക, നീ ആകുന്നുവെങ്കിൽ എന്നോട് കൽപ്പിക്കും, ഞാൻ അങ്ങോട്ട് വരാം.
അവരിറങ്ങി നടന്നു. പക്ഷേ ഇറങ്ങി നടന്ന പത്രോസിന്റെ ഉള്ളിൽ ഒരല്പം അഹങ്കാരം കയറി. ഇന്ന് പലരും അങ്ങനെയാണ് കേട്ടോ. വലിയ പ്രശ്നത്തിനകത്തൊക്കെ ആയിരുന്നു, വലിയ സാക്ഷ്യങ്ങളൊക്കെയാ പലരുടെയും. പലരുടെയും സാക്ഷ്യങ്ങളൊക്കെ ഭയങ്കര സാക്ഷ്യങ്ങളാ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാ. പക്ഷെ ആ പ്രശ്നത്തിനകത്തും യേശു കൂടെ നിൽക്കുമ്പോഴും ഇവരുടെ നോട്ടം, അല്പം കഴിഞ്ഞുള്ള നോട്ടം ലോകത്തിലേക്കാ. സ്തോത്രം. ആർക്കൊക്കെ പിടികെട്ടിയാവും. യേശുവിന്റെ കൂടെ ഉയർന്നു പൊങ്ങുന്ന, മുക്കിക്കളയുന്ന തിരമാലകളുടെ മധ്യത്തിലും മുങ്ങാതെ നിൽക്കുമ്പോൾ ചില നിമിഷങ്ങളിൽ നോട്ടം മാറിപ്പോകുന്നു. നോട്ടം ലോകത്തിലേക്ക് പോകുന്നു. നോട്ടം ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നു. യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ വലിയ ഒരു ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുകയാ. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. പക്ഷെ ഒറ്റ എഗ്രിമെന്റ്. എന്താ എഗ്രിമെന്റ്? എന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. എന്താ പറഞ്ഞത്? അങ്ങനെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നീ നേരിടുന്ന വലിയ പ്രതിസന്ധി ഘട്ടം നിന്നെ മൂക്കിക്കാണും. നീ തകർന്നു പോകും. ഹല്ലേലൂയ. രക്തം ചെയ്യും. കർത്താവ് നിന്നെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് നീ മുങ്ങിപ്പോകാനല്ല, നീ തകർന്നു പോകാനല്ല. ഇന്ന് പകൽക്കാലം ആരുടെയെങ്കിലും നോട്ടം ഇടത്തോട്ടോ വലത്തോട്ടോ ആണെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കുന്നു എന്ന് പറയുമ്പോഴും, യേശുവിനോട് കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും, ഒരാത്മിക കൂട്ടായ്മയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും നിന്റെ നോട്ടം ഇടത്തോട്ടോ വലത്തോട്ടോ ആണെങ്കിൽ നീ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ മുങ്ങിപ്പോകുന്ന പത്രോസിനെ യേശു കരം കൊടുത്ത് വലിച്ചു പൊക്കി എടുക്കുകയാ. എന്നിട്ട് അവർ ഒരുമിച്ച് വെള്ളത്തിൽ കൂടെ നടന്ന് പടകിൽ ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു സമർപ്പണമാണ് കേട്ടോ. പ്രശ്നങ്ങളുടെ മധ്യത്തിലും മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ നോട്ടം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോകാം. പക്ഷെ യേശുവിന്റെ കരം വിടരുതേ. അവന്റെ കരം നീ മുറുകെ പിടിച്ചുകൊള്ളണം. യേശുവിനെ പിടിക്കാൻ നിന്നെ വിട്ടുകൊടുക്കണം. യേശു നിന്നെ പിടിക്കട്ടെ. നീ യേശുവിനെ പിടിച്ചാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, തിരമാലകൾ വരുമ്പോൾ നീ യേശുവിനെ കൈവിട്ട് കളയും. അതുകൊണ്ട് യേശു നിന്നെ പിടിക്കട്ടെ. ദാവീദ് പറയുന്നു, അവൻ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കയാൽ, ഓ ഗ്ലോറി, അവൻ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. എന്റെ സിംഹാസനം തെറിക്കട്ടെ. എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ അകറ്റിക്കളയട്ടെ. എന്റെ അമ്മായപ്പൻ എന്റെ പിന്നാലെ കുന്തം കൊണ്ടുവരട്ടെ. പക്ഷെ അവൻ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. ഞാൻ കണ്ടത്തിൽ കിടന്നുറങ്ങിയാലും, ഞാൻ ഗുഹയ്ക്കകത്ത് കിടന്നാലും, കാട്ടിനകത്ത് കിടന്നാലും, അന്യ രാജ്യത്ത് ഒരു കോമാളിയെ പോലെ, ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ശമാന ഘടകമന ഹദ്ധകന ഹംധര വൈഡവാര. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടക്കുന്ന പത്രോസ്, ഹല്ലേലൂയ, സ്തോത്രം. ഇനി വേറൊരു കൂട്ടരുണ്ട്. മത്തായി 15:1 മുതൽ. സ്തോത്രം. മത്തായി 15:1 മുതൽ ഒന്ന് വായിച്ചേ. അനന്തരം യെരൂശലേമിൽ നിന്നു 1ഉം 2ഉം മാത്രം വായിച്ചാൽ മതി. അനന്തരം യെരൂശലേമിൽ നിന്നു പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്,
നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? മതി മതി അപ്പനെ മതി മതി അമ്മയെ മതി 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 ബഹുമാനിക്കുക. മതി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാൽ മതി. വീട്ടിൽ പോയിരുന്ന ഭാഗങ്ങളെല്ലാം വായിക്കുക, ധ്യാനിക്കുക. ഇവിടെ യേശുവിന്റെ കൂടെ വന്നവരാരാ? പരീശന്മാരും ശാസ്ത്രിമാരും. ഞാൻ നേരത്തെ പറഞ്ഞു, ശാസ്ത്രിമാരും പരീശന്മാരും ആരാണ്? ഇവർ ന്യായപ്രമാണം അരച്ച് കലിച്ച് കുടിച്ച് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാ. സ്തോത്രം. അങ്ങനെയുള്ള ഈ മാന്യന്മാർ, അങ്ങനെയുള്ള ഈ വെള്ളവസ്ത്രധാരികൾ, അങ്ങനെയുള്ള ഈ അതിവിശുദ്ധി കളിക്കുന്ന ഈ പരീശന്മാരും ഹല്ലേലൂയ ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് പറയുകയാണ്, അവര് കൈ കഴുകാതെ എവിടെയോ യാത്ര ചെയ്ത് വന്നിട്ട് ഏതോ വീട്ടിൽ ചെന്ന് ഇരുന്ന് ആഹാരത്തിന് ഇരുന്നതാ. കേറിയിരുന്ന് അങ്ങ് കഴിക്കാൻ തുടങ്ങി. ഇവർ നോക്കിയത് എന്താണ്? ഇവര് കൈ കഴുകിയില്ല. സ്തോത്രം. ഇവര് കൈ കഴുകിയില്ല. അപ്പൊ നീ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പുറകിൽ നിന്ന് ശ്രദ്ധിച്ച് അതിനകത്ത് നിന്നെ കുടുക്കുവാൻ പദ്ധതികൾ ആലോചിക്കുന്ന യേശുവിന്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്ന ചില പരീശന്മാരും ശാസ്ത്രിമാരും. ആ പുള്ളി പ്രസംഗിച്ചപ്പോ പറഞ്ഞു കേട്ടില്ല. എങ്ങനെ പറഞ്ഞു? അങ്ങനെ പറയാമോ? അങ്ങനെ പറയാമോ? പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അത് വചനത്തിലുണ്ടോ? പുള്ളി എന്താ മാമേ കളർ ഉടുപ്പിട്ടോണ്ട് പ്രസംഗിക്കാനിരുന്നേ? അത് വചനത്തിലുണ്ടോ? പുള്ളി പ്രസംഗിച്ചപ്പോൾ ദാണ്ട് കൈ മടക്കി വെച്ച് പ്രസംഗിക്കുന്നു. അത് വചനത്തിലുണ്ട്. ദാണ്ട് എല്ലാം പുള്ളി പ്രസംഗിക്കുമ്പോ ഹാഫ് കൈയുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടക്കുന്നു, സഭയിൽ ഇരിക്കുന്നു, ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നു. കള്ള പരീക്ഷ, കള്ള ശാസ്ത്രി. യേശുവിന്റെ കൂടെ നടക്കുന്ന പാവപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് കുറ്റം പറയാൻ വന്നിരിക്കുക. എടാ, അവരെ നിനക്കറിയാമോ? അവർ തങ്ങൾക്കുള്ളതെല്ലാം വിട്ടുകളഞ്ഞിട്ട് വന്നിരിക്കുന്നവരാ. സ്തോത്രം. ഇവർ പറഞ്ഞ കൊട്ടേഷൻ എന്താണെന്നറിയാമോ? 2-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം ഒന്ന് വായിച്ച, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? ഞങ്ങൾ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രമാണമുണ്ട്. മുടി അല്പം നീട്ടി വളർത്താൻ പാടില്ല, ചെവിയുടെ മുകളിൽ വരാൻ പാടില്ല. ഇത് ഞങ്ങളുടെ നിയമമാണ്. പ്രസംഗിക്കാൻ നിൽക്കുവാണോ? മീശ പാടില്ല കേട്ടോ. താടി വെച്ചതാണോ? ഈ പ്രദേശത്ത് താടി വെച്ചവർക്ക് ശുശ്രൂഷയില്ല. ഞാൻ കേട്ട സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നേ. ഈ പ്രദേശങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ വെള്ള ഉടുപ്പിടണം. ഇൻ ചെയ്യാൻ പാടില്ല. ഇന്ന് കർത്തൃമേശയുണ്ട്, അതുകൊണ്ട് ഇൻ ചെയ്യാൻ പാടില്ല, പാപമാ. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൂർവന്മാരുടെ സമ്പ്രദായമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സ്വർഗത്തിന്റെ സമ്പ്രദായമാണ്. സ്വർഗത്തിന്റെ സമ്പ്രദായമുണ്ട്. സ്വർഗത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ് സാക്ഷാൽ യേശു ക്രിസ്തു. ആ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ജീവിക്കുന്നവനാണ് അവിടെ യേശുവിന്റെ മുമ്പിൽ നിൽക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ താഴെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 17-ന്റെ 14 മുതൽ 21 വരെ. 17-ാം അധ്യായം 14 മുതൽ 21 വരെ. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണ ഉണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം അതിന്റെ പിടിച്ച് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17-ാമത്തെ വാക്യം.
അതിന് യേശു, അവിശ്വാസവും കോട്ടയമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഈ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേരുടെ അടുത്തേക്ക് ഒരു പക്ഷപാതം പിടിച്ച ഒരു സഹോദരനെ കൊണ്ടൊരു കുറച്ച് ആളുകൾ വന്നു. അവർക്കറിയില്ല. അവർ വന്ന് നോക്കിയപ്പോൾ ഈ ശിഷ്യന്മാർ 24 മണിക്കൂറും 365 ദിവസവും യേശുവിന്റെ കൂടെ നടക്കുന്നേ. ഭയങ്കര പ്രാർത്ഥനക്കാരായി ഇവരെപ്പോഴും 24 മണിക്കൂറും സ്തോത്രം അല്ലേലും പറഞ്ഞ് ഇങ്ങനെ വാട്ടും പാടി കൈയടിച്ചുകൊണ്ട് നടക്കുക. ഭയങ്കര പ്രാർത്ഥനക്കാരാ, ഭയങ്കര ആത്മീയരാ. എന്നാ പിന്നെ ഇവരുടെ അടുത്തേക്ക് തന്നെ ഈ പുള്ളിയെ കൊണ്ടുചെന്നൊന്ന് പ്രാർത്ഥിക്കാം, അവനൊരു വിടുതല കിട്ടുമല്ലോ എന്ന് കരുതി കൊണ്ടുചെന്നതാ. അവര് തലകുത്തി കടന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ചുക്കും നടന്നില്ല. അവസാനമാണ് ഇവര് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നത്. എന്നിട്ട് കൊണ്ടുചെന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഇവർക്ക് സൗഖ്യം വരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് ഇതിന് കഴിഞ്ഞില്ല. യേശു തിരിഞ്ഞായി ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. യേശുവിന്റെ കൂടെ നടക്കുന്നവരുടെ കഥയായി ഈ പറയുന്നേ. സഭയ്ക്കകത്തിരിക്കുന്ന പലരുടെയും അവസ്ഥ ഇതാ. പ്രാർത്ഥനയിൽ പോലും വിശ്വാസമില്ലാത്തവർ, ഞായറാഴ്ചകളിൽ കൂടി വന്ന് കൈയടിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ, ഞായറാഴ്ചകളിൽ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം കെട്ടിയെടുക്കപ്പെട്ടവർ. സ്തോത്രം. പുറത്തിറങ്ങിയാൽ ഒരു മൂക്കിപ്പനി വന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയമായവർക്ക് ഉടനെ അവര് പറയും, ഞങ്ങൾ ഞങ്ങളുടെ പാസ്പോർട്ട് ഒന്ന് പറയാം. സ്തോത്രം. അപ്പൊ എല്ലാ കാര്യത്തിനും അവർക്ക് ഉപദേശം വേണം. 4 ചുമരിനകത്ത് വന്നിരുന്നാൽ, സഭാ ഹാളിൽ വന്നിരുന്നാൽ തുള്ളുന്ന തുള്ളല് കണ്ടാൽ വിചാരിക്കും ഇവരാണ് സ്വർഗം താഴോട്ട് വലിച്ചിടുന്നതെന്ന്. 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്നവന്റെ അടുത്ത് പാവപ്പെട്ട കുറച്ച് ജനങ്ങൾ ഒരു പക്ഷപാതക്കാരന് തീയിലും വെള്ളത്തിലും വീഴുന്നെന്നും പറഞ്ഞ് ഒരുത്തരെ കൊണ്ടുവന്നു. സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. അവരെ നോക്കി യേശു പറയുക, നിങ്ങൾ എന്റെ കൂടെ നടക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്താ ഉള്ളത്? അവിശ്വാസവും കോട്ടവും. അവിശ്വാസമാണെന്ന് പലരുടെ ഹൃദയത്തിനകത്ത്. കൂട്ടായ്മയിലൊക്കെ വന്നിരിക്കുന്ന വെറുതെയാ. പലരും ചുമ്മാ വന്നിരിക്കുക ടൈം പാസിന് വേണ്ടി. പാസ്റ്റർ എന്തോ പറയും, സെക്രട്ടറി എന്തോ പറയും, നമ്മൾ ചെന്നില്ലെങ്കിൽ അന്നമ്മാമ എന്തോ പറയും, മത്തച്ചായൻ അപ്പുറത്തുണ്ട്, പുള്ളി എന്തോ വിചാരിക്കും. ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നവനൊക്കെ അവിശ്വാസവും കോട്ടവുമുള്ളവനാ. ഇവനെ കൊണ്ടൊന്നും ദൈവരാജ്യത്തിന് ഒരു പ്രയോജനവുമില്ല. ഇത് വില കൊടുക്കേണ്ട കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് വില കൊടുക്കേണ്ടതാണ്. സ്തോത്രമല്ലേ. അവരെ കർത്താവ് ശാസിക്കുന്നു, ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെയിരിക്കും. 100 വർഷം പിന്നിട്ട ഭാരതത്തിലെ ദൈവസഭയോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുക, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും? സ്തോത്രം. ഹല്ലേലൂയ. മുന്നോട്ട് പോകാം. മത്തായി 18:1 വായിച്ചേ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ഇവർ യേശുവിന്റെ അടുത്ത് എന്തിനാ വരുന്നത്? ഒരു സഭയിൽ എന്തിനാ വരുന്നത്? ഒരു കൂട്ടായ്മയിൽ എന്തിനാ വരുന്നത്? 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന മാന്യന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? പത്രോസാണോ? അന്ത്രയോസാണോ? യാക്കോബാണോ? യോഹന്നാനാണോ? ബർത്തലോമായി ആണോ? തോമാച്ചായനാണോ? മത്തായിച്ചായനാണോ? അതോ യൂദയാണോ? യൂദാസ്കറിയാത്തയാണോ? ആരെയാ സെക്രട്ടറി ആക്കേണ്ടത്? ഇതാ സംഭവം. ഓ ഗ്ലോറി, ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങളുടെ മത്തായിച്ചായനെ മാത്രം സെക്രട്ടറി ആക്കിയാൽ മതി ഒരു കൂട്ടര്. അപ്പൊ മറ്റേ കൂട്ടര് പറയും, ഞങ്ങളുടെ പത്രോച്ചായനെ ആക്കിയാൽ മതി. അത് പോരാ, ഞങ്ങളുടെ യോനാച്ചായനെ ആക്കണം. അപ്പം വേറൊരു കൂട്ട് പറയാ, ഞങ്ങളുടെ അപ്പല്ലോസിനെ ആക്കിയാൽ മതി എന്ന്. ഒരു നിഷ്പക്ഷവാദികളുണ്ട്, കുറച്ച് നിഷ്പക്ഷവാദികൾ.
ഇവര് പറയുകയാണ് ഞങ്ങളുടെ പൗലോസിനെ സെക്രട്ടറി ആക്കിയാൽ മതി. സ്തോത്രം. പൗലോസിനെ സെക്രട്ടറി ആക്കിയാൽ മതി. ആരാ വലിയവൻ? ആരാ വലിയവൻ? ആരാണ് വലിയവൻ? സ്റ്റേജിൽ കയറിയിരുന്നാലും ഇതാ ചിന്ത, ആരാണ് വലിയവൻ? ആരാധനയ്ക്ക് വന്നിരുന്നാലും ചിന്ത ഇതാ, ആരാ വലിയവൻ? പ്രാർത്ഥന ഒരു സെക്കൻഡ് നീണ്ടുപോയാൽ, ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു അന്യഭാഷ വന്നാൽ പുറംതിരിഞ്ഞു നോക്കും, ആരാണപ്പാ ഇങ്ങനെ ഒരു അന്യഭാഷ പറയുന്ന ഒരു അമ്മച്ചി? പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ദൈവാലോചനയെങ്ങാനും പറഞ്ഞാൽ ഇടത്തു നിന്ന് ഒരു നോട്ടം, ഏതപ്പച്ചനാടാ ദോഹായി സമയത്ത് ഒരു ആലോചന പറയുന്ന ഞങ്ങൾക്ക് ഇവിടെ പാസ്റ്റർ ഉള്ളപ്പോൾ? ആരാ വലിയവൻ? നോട്ടം ഇതാ, ആരാണ് വലിയവൻ? കൂടെ നടക്കുമ്പോഴുമുള്ള ചിന്ത, പ്രിയരെ, ഇതെല്ലാം വിട്ടുതിരിയണം. വില കൊടുക്കാതെ യേശുവിന്റെ കൂടെ നടന്നിട്ട് ഒന്നും നേടാൻ കഴിയത്തില്ല. സ്തോത്രം. ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 26:49-50. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. 26:49-50. മത്തായി. അവർ ഉടനെ ആ. യേശുവിന്റെ അടുക്കൽ വന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞു. അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു. അപ്പോൾ 3.5 വർഷം യേശു കർത്താവിന്റെ കൂടെ നടന്ന് സകല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അനുഭവിച്ച് വയറുപരുക്ക തിന്ന് വയറും ഭരിപ്പിച്ച് നടന്ന ഈ മാന്യന്മാർ, ഇവൻ സ്നേഹത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ 3.5 വർഷത്തിനിടയിൽ ഇതുവരെ കൊടുക്കാത്ത ഒരു ഉമ്മ കൊടുക്കുകയാ യേശുവിന്. 3.5 വർഷം സഭയിൽ വന്ന് ആരാധിച്ചിട്ട് ഒരു സ്തോത്രം പറയാത്തവൻ ഒരു ദിവസം പ്രത്യേകിച്ച് വന്നൊരു സ്തോത്രം പറച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിലും വലിയ ചതി വേറെയുണ്ടോ? പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ചതിക്കുന്നവന്മാരുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുത്തു. അന്ന് എന്റെ സാക്ഷാൽ യേശുവിനെ 3.5 വർഷം കൂടെ നടന്നവൻ, കമ്മിറ്റിയുടെ സെക്രട്ടറി ആയവൻ, ട്രഷററായിരുന്നവൻ, ആരാണ് വലിയവൻ? യേശുവിനെ, സാക്ഷാൽ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഇന്നും അങ്ങനെയുള്ള ഒറ്റുകാർ സഭയ്ക്കകത്തുണ്ട്, ശുശ്രൂഷകന്മാരുടെ ഇടയിലുണ്ട്. ഈ പുള്ളിയെ ഇനി അടുത്ത മീറ്റിങ്ങിന് വിളിക്കണ്ട. ഈ പുള്ളിയുടെ പ്രസംഗം ശരിയല്ല. ഞങ്ങൾ 2 ആലോചന കേൾക്കാനാ വന്നത്. സ്തോത്രം. നീ ആലോചന കേട്ട് കേട്ട് ഇരിക്കത്തേ ഉള്ളൂ. നിന്റെ ജീവിതം ആലോചനയ്ക്കൊത്തവണ്ണമല്ലല്ലോ. ആലോചനകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. 3.5 വർഷം ഇവനും കേട്ടു കുറെ ആലോചനകൾ. ഇവനും കേട്ടു ആലോചനകൾ. ഇസ്കറിയോത്ത യൂദ. പക്ഷെ ഒറ്റ ഉമ്മ കൊടുത്തു. ആദ്യവും അവസാനവുമായിട്ട് യേശുവിന് കൊടുത്ത ഒരു ഉമ്മ, അതെന്റെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ഉമ്മയായിരുന്നു. സ്തോത്രം. എന്റെ പ്രിയരെ, ദൈവത്തോട് കൂടെ നടന്നിട്ട്, ദിനവും യേശുവിന്റെ കൂടെ നടന്നിട്ട്, കൂടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ, നമ്മുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കൂട്ടു സഹോദരന്മാരെ, ആരെയും ഒറ്റിക്കൊടുക്കരുതേ. അത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിച്ചേ. എന്റെ ഹൃദയത്തിന്റെ മനോഭാവം ഏത് വിധത്തിലുള്ളതാ? കുറുക്കന്റെയും പക്ഷികളുടെയും കൂട് മനഞ്ഞുകൂട്ടിയിരിക്കുന്ന ഹൃദയമാണോ? അതോ ചത്തുകിടക്കുന്നതിനെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു അവസ്ഥയിലാണോ? അത് ഒരിക്കലും അനുവാദം തരാത്ത ഒരു കുടുംബക്കാരെ കുറിച്ചുള്ള ചിന്തയാണോ? കലപ്പയ്ക്ക് കൈവച്ചിട്ടും പുറകോട്ട് നോക്കുന്ന അനുഭവത്തിലാണോ? ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയാണോ എന്നെ ഭരിക്കുന്നത്?
അത് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ എപ്പോൾ എനിക്ക് അവസരം കിട്ടും, ഹല്ലേലൂയ, ഒരു ഉമ്മ കൊടുക്കാൻ, ഒരു ചുംബനം കൊടുക്കാൻ എന്ന് കാത്തിരിക്കുന്നവരാണോ? അത് യേശുവിനെ കുറിച്ച് കുറ്റം പറയുവാൻ, ഹല്ലേലൂയ, തള്ളിപ്പറയുവാൻ, അവനെ ഹല്ലേലൂയ അവനെ വാക്കിൽ കൊടുക്കുവാൻ നടക്കുന്ന പരീശ ശാസ്ത്രിമാരുടെ കൂട്ടത്തിലാണോ? സ്തോത്രം. അന്യഭാഷയും പ്രാർത്ഥനയും കൊടികൊട്ടി വാണിട്ടും ഒരു പ്രാർത്ഥനയിൽ പോലും ഒരു വിടുതൽ നടക്കുന്നില്ലെങ്കിൽ, സ്തോത്രം, നാം ലജ്ജിക്കണം, നാം ലജ്ജിക്കണം. ഹല്ലേലൂയ. അവിശ്വാസവും കോട്ടവും ഇന്ന് ഭരിക്കുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. രക്തം ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച്, ഈ കേൾക്കപ്പെട്ട വചനത്തിന്റെ മർമ്മങ്ങൾ, ഈ വചനങ്ങൾ വിട്ട്, യേശുവിന്റെ സാന്നിധ്യം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറി തിരമാലകളുടെ ഇടയിൽ മുങ്ങിപ്പോകുന്ന അനുഭവത്തിലാണോ നിൽക്കുന്നത്? യേശുവിന്റെ കൂടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും നിന്റെ നോട്ടം ഇടത്തോട്ടോ വലത്തോട്ടോ ആണോ? യേശുവിലേക്ക് നിന്റെ നോട്ടത്തെ തിരിച്ചുവിട്. അവൻ നീ മുങ്ങിപ്പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. നീ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ ഒരു മറിയ യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. വെറുക്കുന്നവർ വെറുക്കട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. എന്താ? യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ. ദിനവും യേശുവിന്റെ കൂടെ. ശമന ഘടകമന വൈഡമന അർത്ഥകന